ഹായ് അസ്സാം വലൈക്കും. ഇതാ നമുക്ക് ഇവിടെ കുറച്ചധികം പൂള കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കേട് വരാതെ എങ്ങനെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പം ഫ്രീസറിൽ എടുത്ത് വെക്കൽ കേട്ടോ. നമുക്ക് പൂളകളൊക്കെ നല്ലോണം വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. നമുക്കിതാ ഒരു ബോക്സിലാക്കിയിട്ടോ കവറിലാക്കിയിട്ടോ ഒക്കെ വെക്കട്ടോ. നമുക്ക് ഞാൻ ഇവിടെ ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. നമുക്കിതാ പൂള ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് എടുക്കട്ടോ. എന്നിട്ട് ഈ ബോക്സിലാക്കിയിട്ട് നമുക്ക് മാറ്റി ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. ഞാനിതാ ഒരു ബോക്സിൽ നിറയെ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പ്ലീസ്. ഞാൻ ഫസ്റ്റ് ബോക്സിൽ നിറയെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ കുറച്ചും കൂടെ ബാക്കിയുണ്ടേ. അപ്പോൾ ഞാനിതാ വേറൊരു ബോക്സിലൂടെ അങ്ങനെ 3 ബോക്സിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ബോക്സില്ലെങ്കിൽ നമുക്ക് നല്ല കവറിലാക്കിയിട്ട് നല്ലോണം ടൈറ്റാക്കി കെട്ടി വെച്ചാലും മതി കേട്ടോ. ഒന്നും കേട് വരാതെ ഫ്രീസറിലല്ലേ കേട് വരാതെ കിട്ടും കേട്ടോ നമുക്ക്. അങ്ങനെ രണ്ടാമത്തെ ബോക്സിൽ ഞാൻ നിറയെ ആക്കി വെച്ചിട്ടുണ്ടേ. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ബാക്കിയുണ്ട് കേട്ടോ. അതും കൂടെ നമുക്കൊന്ന് എടുത്ത് വെക്കാം കേട്ടോ. ഞാൻ പൂളൊക്കെ 3 ബോക്സിലാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ എടുത്ത് വെക്കുന്നത് കേട്ടോ. നമുക്കിത് ആവശ്യത്തിനനുസരിച്ച് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ഐസ് പോയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ സാധാ പൂളത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ നമുക്ക്. ഞാൻ 3 ബോക്സുകൾ ഫ്രീസറിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. എല്ലാ പച്ചക്കറികളായാലും ഒക്കെ നമുക്ക് ഇതേപോലെ എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ നിൽക്കും കേട്ടോ ഫ്രീസറിൽ വെച്ചാൽ. അടുത്ത ഡേ കാണാം. അസ്സലാമു അലൈക്കും.